ഫാമിലി ടൈംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിവിടെ ജർമ്മനിയിൽ ബ്രെമൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കണേ. ഞാനിവിടെ ആദ്യം 2019 നവംബർ മാസത്തിലാണ് വന്നത്. എൻ്റെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് വന്നത് ഇവിടെ. അതിനുശേഷം ബ്രെമനിലേക്ക് ഞാൻ 2020 ജൂൺ മാസം താമസം മാറ്റി. അങ്ങനെ 2022 എനിക്കിവിടെ ഫുൾ ടൈമായിട്ട് ജോലി കിട്ടി. 2023 ജൂലൈ 12 മക്കളും വൈഫും വന്നു. നാട്ടിൽ ഞങ്ങൾ തൃശ്ശൂർ വിയ്യൂരാണ് താമസിക്കണേ. അവിടെ അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, പിള്ളേരുണ്ട്. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. അവിടെ ഇപ്പോൾ ഡാഡി മമ്മി മാത്രമേ ഉള്ളൂ. എനിക്കൊരു ചേട്ടനും ചേച്ചിയുണ്ട്. ചേച്ചീനെ മണലൂർക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവിടെ 2 മക്കളുണ്ട്. ചേട്ടനും 2 മക്കളുണ്ട്. ചേട്ടൻ അമേരിക്കയിൽ സെറ്റിൽഡാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇൻ്റഗ്രേഷൻ കോഴ്സിനാണ് ഞാൻ ചേർന്നത്. ഞങ്ങൾ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്കാണ് വന്നത്. അപ്പോൾ അത് 6 മാസത്തേക്കേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതുക്കിയപ്പോൾ അവർ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ കോഴ്സ് ചെയ്യാൻ പറഞ്ഞു. അത് 2 കൊല്ലത്തെ കോഴ്സാണ്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഒപ്പം തന്നെ ഞാൻ പാർട്ട് ടൈം ജോബും ചെയ്യുന്നുണ്ട്. മക്കളിവിടെ സ്കൂളിൽ ചേർത്തി. മോൻ 3ാം ക്ലാസ്സിലാണ് ചേർത്തിയത്. ഇപ്പോൾ 4ാം ക്ലാസ്സിലായി. മോള് 1ാം ക്ലാസ്സിലേക്കും ജോയിൻ ചെയ്തു. അവർ സ്റ്റഡീസൊക്കെ നന്നായി പോകുന്നു. ജർമ്മൻ ലാംഗ്വേജ് അവർ പാരലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് തന്നെ അവർ ടീച്ചേഴ്സ് പാരലായിട്ട് ജർമ്മൻ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇപ്പം മോൻ 1 കൊല്ലമായിട്ട് പഠിക്കണ കാരണം നന്നായിട്ട് അവൻ ജർമ്മൻ സ്പീക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബ്രെമൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ മാർക്കറ്റ് സ്ക്വയറും പരിചയപ്പെടാം. നമ്മളീ പോകുന്ന വഴിയാണ് സോഗ്സ്ട്രാസെ. സ്ട്രാസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിലെ വഴി അല്ലെങ്കിൽ സ്ട്രീറ്റ് എന്നാണ് അർത്ഥം. ഈ സോഗ്സ്ട്രാസ ചെന്നെത്തുന്നത് ഓപ്പൺ സ്ട്രാസയിലാണ്. ഓപ്പൺ സ്ട്രാസയാണ് ഇവിടുത്തെ ബ്രെമനിലത്തെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ്. ഈ കാണുന്ന പള്ളിയാണ് ചർച്ച് ഓഫ് അവർ ലേഡി. ഇത് ഒബൻസ്ട്രാസയിലുള്ള ഒരു പള്ളിയാണ്. ഈ കാണുന്നതാണ് ബ്രെമൻ മാർക്കറ്റ് സ്ക്വയർ. ഇതിൻ്റെ ഓരത്ത് തന്നെയാണ് ബ്രെമൻ റോളൻഡും അതുപോലെ തന്നെ ബ്രെമൻ ടൗൺ ഹാളും. ബ്രെമൻ റോളൻഡ് മാർക്കറ്റ് സ്ക്വയറിൽ 1404 സ്ഥാപിച്ചത്. അതുപോലെ 1409 ടൗൺ ഹാളും സ്ഥാപിക്കപ്പെട്ടു. 2004 ബ്രെമൻ റോളൻഡും ടൗൺ ഹാളും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. ബ്രെമനിലെ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലാണ് ഈ കാണുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് AD 787 മുതൽ ബിഷപ്പ് ചാൾസ് മാഗൻ ഭരണം നടത്തിയിരുന്നത്. ബ്രെമൻ സിറ്റിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് ഈ കാണുന്നത്. അന്തരും കാഴ്ചശക്തിയുമുള്ള പൗരന്മാർക്കും ബ്രെമൻ സംസ്ഥാനത്തെ എല്ലാ അതിഥികൾക്കും ബ്രെമൻ ലയൺസ് ക്ലബിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1953 ഗെഹാർഡ് മാർക്സ് തീർത്ത വെങ്കല പ്രതിമയാണ് ഇത്. പിന്നീട് ഈ പ്രതിമ ബ്രെമൻ സ്റ്റേറ്റിൻ്റെ സിംബലായി മാറി. ബ്രെമനിലെ പുതിയ ടൗൺ ഹാളിൻ്റെ മുമ്പിലുള്ള ഒരു സൺഡേ മാർക്കറ്റാണിത്. ഇവിടെ മെയിനായിട്ട് കരകൗശല വസ്തുക്കളും അതുപോലെ പാത്രങ്ങൾ, അതുപോലെ സെക്കൻഡ് ഹാൻഡ് ഉപകരണങ്ങളുമാണ് വിൽക്കുന്നത്. എല്ലാ യൂറോപ്യൻ നാടുകളെ പോലെ ജർമ്മനിയിലും സൺഡേ മാർക്കറ്റുകൾ അഥവാ വീക്കെൻഡ് മാർക്കറ്റുകൾ വളരെ സജീവമാണ്. അവിടെ നമുക്ക് വേണ്ട എല്ലാ കരകൗശല വസ്തുക്കളും, പാത്രങ്ങളും, അതുപോലെ തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ് ഐറ്റംസും ഇലക്ട്രിക്കൽ ഐറ്റംസും ഈ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഈ കാണുന്നതാണ് ബ്രെമനിലെ റേഡിയോ ടവർ. ഇത് സിറ്റിയിൽ നിന്നും 2.5 കിലോമീറ്റർ മാറി പാലെ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രെമനിലെ റേഡിയോ ബ്രെമൻ്റെ എല്ലാ FM റേഡിയോ TV പ്രോഗ്രാമുകളും ഇന്ന് ഈ ടവറിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ബ്രെമൻ്റെ കാഴ്ചകളോട് അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.